ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ M2 മാത്സ് അഡ്വാൻസ്ഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പർ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂള് നിങ്ങൾ സിലബസ് കണ്ടു കാണും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിത് പരിചയം ഉണ്ടാകും, കാരണം നിങ്ങളിത് ബിടെക്കിൽ നിങ്ങൾ 2 സെമസ്റ്ററിലായിട്ട് 2 പേപ്പറായിട്ട് ഇത് പഠിച്ചിട്ടുണ്ട്. ഗോസ് എലിമിനേഷൻ മെത്തേഡ്, റോ ട്രാൻസ്ഫോർമേഷനൊക്കെ വെച്ച് XYZൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു, കോൺസ്റ്റൻസ് കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള പരിപാടി നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മറന്നു പോയിട്ടുണ്ടാവും, സാരമില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫെമിലിയറായിട്ട് തോന്നും. അപ്പോൾ അതാണ് ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സാണ് നമ്മുടെ മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വന്ന് ഡയറക്റ്റ് മെത്തേഡും സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് മെത്തേഡുമാണ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ തന്നെ, അപ്പോൾ നമ്മുടെ സിലബസ് നോക്കുമ്പോൾ അറിയണ്ട സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതാണ് ഫസ്റ്റ് പറയുന്നത്, സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ അത് 2 മെത്തേഡ് വഴിയാണ് നമ്മൾ പഠിക്കുന്നത്. ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്സ് ആയിട്ടുള്ള ഗോസ് എലിമിനേഷൻ മെത്തേഡുണ്ട്, LU ഡീകമ്പോസിഷൻ മെത്തേഡുണ്ട്. അപ്പോൾ ആ 2 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മെട്രിക്സിൻ്റെ ഈ 2 മെത്തേഡ് വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും മെട്രിക്സിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഡയറക്റ്റ് മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേറൊരു മെത്തേഡാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്ന ടോപ്പിക്സാണ് ജാക്കോബി ഐട്രേഷൻ, ഗോസ് സീഡൽ ഐട്രേഷൻ, അങ്ങനെ 2 ടൈപ്പ് മെത്തേഡ്സാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അത് നമുക്കിപ്പോൾ സപ്പോസ് 3x + 2y = 5, 5x + 3y = 8, ഇങ്ങനെ 2 സെറ്റ് ഓഫ് ഇക്വേഷൻസ് തന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് വഴിയാണ്, ഡയറക്റ്റ് മെത്തേഡ്സിൽ നമുക്കുള്ളത് ഗോസ് എലിമിനേഷനിലെ ഗോസ് ജോർദാൻ മെത്തേഡ്, LU ഡീകമ്പോസിഷൻ മെത്തേഡ്, ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ആ വഴി നമ്മൾ സോൾവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സ് ആൻഡ് വൈയുടെ വാല്യൂ എക്സാക്ട്ലി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കില്ല, ചെറിയ ചെറിയ ഡിഫറൻസ്, അതായത് ഓരോ മെത്തേഡ് വഴി ചെയ്യുമ്പോഴും ഇപ്പം ജാക്കോബി മെത്തേഡ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2.01 ആയിരിക്കും, ചിലപ്പം ഗോസ് സീഡൽ മെത്തേഡ് വഴി ചിലപ്പോൾ 2.0123 അങ്ങനെയൊക്കെ കിട്ടും. ചെറിയ ഒരു ഡെസിമൽ പ്ലേസിൻ്റെ ഡിഫറൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അതാണ് ഈ 2 മെത്തേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ 2 ടൈപ്പ് മെത്തേഡ്സാണ് നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അധികം പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ സോൾവ് ചെയ്യാമെന്നുള്ളതൊക്കെ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് സൊല്യൂഷൻ ഓഫ് സൈമൾട്ടേനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡയറക്റ്റ് മെത്തേഡ് ഓർ ഗോസ് ജോർദാൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ജനറലായിട്ടൊരു കൺസെപ്റ്റ് പറയുകയാണ്, സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അതിനെ എങ്ങനെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അപ്പം നമുക്കതിനെ എങ്ങനെ ജനറലായിട്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പ്രോബ്ലം മാത്രമല്ല എക്സാമിന് ചോദിക്കുന്നത്, തിയറി ഉൾപ്പെടെ ചോദിക്കുക. അപ്പോൾ ഈ മെത്തേഡ് എന്താണെന്നും ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനും എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി, തന്നെ നമുക്ക് എഴുതാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒത്തിരി കാണാൻ പഠിക്കേണ്ട ഒന്നും ഇത് വരുന്നില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ അറിയെങ്കിൽ ആ മെത്തേഡ് നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കി എഴുതാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എഴുതുന്ന ആ ഒരു മെത്തേഡൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം തിയറി ഉൾപ്പെടെ വേണം പഠിക്കാനായിട്ട്. പ്രോബ്ലമാറ്റിക് പേപ്പർ ആണെങ്കിലും തിയറിയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ എടുക്കുകയാണ്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സിസ്റ്റം കൊടുത്തേക്കുന്നത് a11x1 പ്ലസ് a12x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn ഈക്വൽ ടു b1, അതായത് ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് a21x1 പ്ലസ് a22x2 പ്ലസ് എക്സെട്ര a2n xn ഈക്വൽ ടു b2. അങ്ങനെ നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഇനി അടുത്ത് a31 ഉണ്ട്, a41 അങ്ങനെ പോയി ലാസ്റ്റ് am1x1 പ്ലസ് am2x2 പ്ലസ് എക്സെട്ര amn xn ഈക്വൽ ടു bm. അപ്പം നമ്മളവിടെ എത്ര ഇക്വേഷൻസാണ് കൺസിഡർ ചെയ്യുന്നത്? m ഇക്വേഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നേരെ ജസ്റ്റ് റൈറ്റ് സൈഡിൽ b1 b2 എക്സെട്ര bm. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ, അങ്ങനെ m ഇക്വേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി എത്ര അൺനോൺസ് ആണ്? നമ്മുടെ അവിടുത്തെ അൺനോൺസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് അവിടെ ആക്ച്വലി x1 x2 x3 എക്സെട്ര xn എന്ന് പറയുന്നതാണ് നമുക്ക് അൺനോൺസ് എന്ന് പറയുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ്. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇത്രയും m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ്, അതാണ് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം. m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ്, അതാണ് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം. ഓക്കെ, അപ്പം അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ അൺനോൺസ് എന്ന് പറയുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? x1, x2, എക്സെട്ര xn. അപ്പോൾ ഇതിൻ്റെ വാല്യൂസാണ് നമുക്ക് ആക്ച്വലി ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടണം. x1 ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടണം, x2 ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടണം, അങ്ങനെ എക്സെട്ര xn ഈക്വൽ ടു ഒരു വാല്യൂ കിട്ടണം. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ഒരു മെട്രിക്സ് മെത്തേഡ് വഴിയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഗോസ് എലിമിനേഷൻ അല്ലെങ്കിൽ ഗോസ് ജോർദാൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് മെത്തേഡാണ്? മെട്രിക്സ് മെത്തേഡ് വഴി. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? a11x1 പ്ലസ് a12x2 പ്ലസ് എക്സെട്ര a1n xn ഈക്വൽ ടു b1. അപ്പോൾ അതിനകത്ത് നോക്കി ഈ x1 x2 എക്സെട്ര xnനൊക്കെ ഒരു കോഎഫിഷ്യൻ്റ് ആയിട്ട് ഒരു ടേം ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? x1ൻ്റെ കോഎഫിഷ്യൻ്റ് a11, x2ൻ്റേത് a12, എക്സെട്ര xൻ്റെ കോഎഫിഷ്യൻ്റ് a1n. ഇങ്ങനെ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ എഴുതുന്ന ആ ഒരു മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അൺനോൺസ് ആണ്. x1 x2 എക്സെട്ര xn. അതിനെ നമ്മൾ അൺനോൺസിൻ്റെ മെട്രിക്സിനെ x എന്ന് വിളിക്കുന്നു. ഈക്വൽ ടു കഴിഞ്ഞത്തെ ടേംസ് ഏതൊക്കെയാണ്? b1 b2 എക്സെട്ര b1. അതിനെ നമ്മൾ ക്യാപിറ്റൽ B എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മളൊരു മെട്രിക്സ് ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അതാണ് AX ഈക്വൽ ടു B എന്ന് പറയുന്നത്. അതാണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ദാറ്റ് ഈസ് AX ഈക്വൽ ടു B, വേർ A ഈക്വൽ ടു ആ മെട്രിക്സ് നോക്കിയാൽ ഏതാ? a11 a12 എക്സെട്ര a1. അതായത് ആ ഇക്വേഷൻ എഴുതുന്ന അതേ ഓർഡറിൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. ഫസ്റ്റ് റോയിൽ വരുന്നത് ഫസ്റ്റ് ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ a11 a12 എക്സെട്ര a1, അടുത്ത റോയിൽ a21 a22 എക്സെട്ര a2n, അടുത്ത ലാസ്റ്റ് വരുമ്പോൾ am1 am2 എക്സെട്ര amn. പിന്നെ അടുത്ത നമുക്കറിയാം നമ്മുടെ അൺനോൺസിൻ്റെ മെട്രിക്സ് എക്സ്, അതൊരു കോളം വെക്ടറായിട്ട് x1 x2 എക്സെട്ര xn ഈക്വൽ ടു b1 b2 എക്സെട്ര bn. അപ്പോൾ അതാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. നമുക്ക് തിയറിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ഇത്ര എന്തായാലും എഴുതി വെച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി ഈ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനും ഉണ്ട്, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷനും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത് ചോദിച്ചാൽ, നമുക്കിവിടെ കണ്ടോ ഈക്വൽ ടു b1 b2 എക്സെട്ര bm. ആ b1 b2 എക്സെട്ര bm എന്ന് പറയുന്നത് നമ്മൾ മെട്രിക്സ് ക്യാപിറ്റൽ B ആയിട്ടാണല്ലോ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ് എല്ലാം 0 ആണെങ്കിൽ, അതായത് ഈക്വൽ ടു 0 ടൈപ്പിലാണ് ഇക്വേഷൻസ് എല്ലാം വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയും. അതായത് AX ഈക്വൽ ടു 0 ഫോം ആണെങ്കിൽ ഹോമോജീനിയസ്. ഇനി AX ഈക്വൽ ടു B ഫോമിലാണെങ്കിൽ, അതായത് ബിക്കകത്ത് നോൺ സീറോ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ ഹോമോജീനിയസ് എന്ന് പറയും. ഓക്കെ,
ഇനി നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. നമുക്ക് എ എന്ന മെട്രിക്സ് അറിയാം. എന്താണ്? x1 x2 എക്സെട്ര എക്സിൻ്റെ എല്ലാം കൂടെ കോഎഫിഷ്യൻസിനെ നമ്മളൊരു മെട്രിക്സ് ആക്കി എഴുതുന്നതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ബി എന്ന മെട്രിക്സ് നമുക്കറിയാലോ. ഈക്വൽ ടു എഴുതും ആ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസിനെ എല്ലാം കൂടെ എഴുതുന്നതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് അടുപ്പിച്ചെഴുതുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അത് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ബി ഈക്വൽ ടു ആദ്യം എ എന്ന മെട്രിക്സ് അങ്ങ് എഴുതി, അത് കഴിഞ്ഞ് കണ്ടോ അതിൻ്റെ അടുത്ത കോളമായിട്ട് ബി എന്ന മെട്രിക്സും കൂടെ എഴുതി. ഓക്കെ ആണോ? അതിനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ജനറലി ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താണെന്ന് നോക്കുക. ഒരു എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ് എടുക്കുക. അതിനെ മെട്രിക്സിൽ എ എക്സ് ഈക്വൽ ടു ബി എന്ന ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക. എ ബി, അതായത് എ എന്ന മെട്രിക്സിനെയും ബി എന്ന മെട്രിക്സിനെയും കൂടെ ഒന്നിച്ചാക്കി എഴുതുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും എക്സാമിന് പ്രോബ്ലം ചെയ്യാൻ എഴുതുമ്പോഴേ ആ എ എന്ന മെട്രിക്സ് എഴുതുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു വര പോലെ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് അത് എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും പ്രോബ്ലം ചെയ്യുമ്പോൾ. അല്ല ജസ്റ്റ് ഇങ്ങനെ 2 ഡോട്ട് ഇട്ട് പോയാലും മതി. ഇങ്ങനെ ഇട്ടിട്ട് എഴുതിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ 2 മെട്രിക്സും നമ്മളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മളിത് നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യും. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷനൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ മെട്രിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. റോ ട്രാൻസ്ഫോർമേഷൻസ് 3 ടൈപ്പാണുള്ളത്. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷനും ഉണ്ട്, കോളം ട്രാൻസ്ഫോർമേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി റോ ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതി, എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ 3 ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം ഒരു മെട്രിക്സ് എഴുതിയാൽ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കാം. 3 5 2 1 ഇതൊരു മെട്രിക്സാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് റോയെ R1 എന്ന് വിളിക്കുന്നു, സെക്കൻഡ് റോയെ R2 എന്ന് വിളിക്കുന്നു. ഇനി തേർഡ് റോയുടെ R3 R4 R5 അങ്ങനെ നമ്മൾ വിളിച്ചു പോകും. ഓക്കെ, അപ്പോൾ നൊട്ടേഷൻസ് മനസ്സിലായാൽ R1 R2 R3 എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെയുള്ള രീതിയിൽ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. റോ ട്രാൻസ്ഫോർമേഷൻസ് 3 ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് RIയും RJയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻ്റർചേഞ്ച്. ഓക്കെ, അതായത് R1ഉം ഇപ്പോൾ ഇതിന് നമുക്ക് പറയുകയാണെങ്കിൽ R1ഉം R2ഉം കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയാവും ഈ മെട്രിക്സിൽ ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ R2 മുകളിൽ വരും, R1 താഴെ വരും. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? 2 റോസ് തമ്മിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നോക്കാം. ഈ സെയിം മെട്രിക്സിൽ കാണിക്കാനായിട്ടാണ് ഞാനിതിങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് RI goes to K into RI. അതായത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടുത്തെ R2 എന്ന റോയെ 2 R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ എന്ത്, ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, അത് 3 5 തന്നെയായിരിക്കും. സെക്കൻഡ് റോയ്ക്ക് എന്ത് വന്നു, 2 R2. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 2 × 2 4 ആവും. അടുത്ത സെക്കൻഡ് എലമെൻറ്റ് 1 1 × 2 2 ആവും, 4 2. ഇങ്ങനെ നമുക്കൊരു റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനും കൂടെ ഉണ്ട്. RI goes to RI plus KRJ. അതായത് ഒരു റോയെ, അതും എക്സാമ്പിൾ ഇപ്പോൾ കാണിക്കാം. അതായത് R2 എന്ന റോയെ തന്നെ എടുക്കാം. R2നെ നമുക്ക് R2 പ്ലസ് 3 R1 ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു റോയുടെ ഇനി ഒരു മൾട്ടിപ്പിൾ കൊണ്ട്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റോയുടെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, അത് 3 5 തന്നെ വരും. സെക്കൻഡ് റോ എങ്ങോട്ടാണ് പോകുന്നത്, R2ൻ്റെ കൂടെ, അതായത് ഈ 2ൻ്റെ കൂടെ
അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് വെച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു റോയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ റോയിലെ എല്ലാ എലമെൻറ്റ്സിനും സെയിം ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അതായത് ഒരു എലമെൻറ്റിന് മാത്രമായിട്ട് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആ റോയിലെ എല്ലാ എലമെൻറ്റ്സിനും സെയിം ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ R2 ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. അപ്പോൾ 2ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യണം? 2 + 3 × R1. അതിൻ്റെ കറസ്പോണ്ടിങ് 3 × 5 ചെയ്യുമ്പോൾ 15 വരും. 15 2 17 വരും ഇവിടെ. അടുത്ത വരുമ്പോൾ എങ്ങനെ വരും? 1 + 3 × 5 അവിടെയും 50. സോറി ഒരു മിസ്റ്റേക്ക് പറ്റിയേ. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ എലമെൻറ്റിന് 2 + 3 × 3 9. അപ്പോൾ 9 + 2 11 വരും. അടുത്ത വരുമ്പം 1 + 3 × 5 എന്ന് പറയുമ്പോൾ 15 വരും. അപ്പോൾ 15 + 1 16 വരും. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏത് കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു റോയോട് ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസാണ് മെട്രിക്സിനുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ മെട്രിക്സിന് ലാസ്റ്റ് കിട്ടേണ്ട സൊല്യൂഷനോ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ഒരു റോയ്ക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുക. അതായത് ഒരു എലമെൻറ്റിന് മാത്രമായിട്ടല്ലല്ലോ, എല്ലാ എലമെൻറ്റ്സിനും നമ്മൾ സെയിം ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നത് കൊണ്ട് അവിടെ ഡിഫറൻസ് ഒന്നും വരത്തില്ല. ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് മെത്തേഡിലേക്ക് കടക്കാം. ഗോസ് എലിമിനേഷൻ ഓർ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഗോസ് എലിമിനേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തൊട്ട് ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തില്ലേ, ആദ്യം ഇവിടം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ഏത് മെത്തേഡാണ് ചോദിക്കുന്നതെങ്കിലും ഇവിടം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെത്തേഡ് നോക്കാം. This is a direct method based on the elimination of unknowns by combining equations such that m equation in n unknowns are reduced to an equivalent upper triangular system which could be solved by back substitution. അപ്പോൾ അത് ജസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ. അതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. ബൈ എലിമിനേറ്റിംഗ് കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ അൺനോൺസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതാണ് എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ്. അതവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന സിസ്റ്റത്തിന് നമ്മളൊരു അപ്പർ ട്രയാങ്കുലർ സിസ്റ്റമായിട്ട് കൺസിഡർ, അതായത് നമുക്കൊരു മെട്രിക്സ് കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 എന്നൊരു മെട്രിക്സ് എടുത്തു. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ റോയും എടുക്കുക. ആ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആക്കണമെന്നില്ല, അത് റോ റെഡ്യൂസ്ഡ് ഫോം അത് ഇത്രയും നോക്കണം. ഞാൻ ഇപ്പോൾ പറയാം. ഒരു 3x3 മെട്രിക്സ് 3 2 1 4 3 4 5 6 7. ഓക്കെ, അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഫോമിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റോയ്ക്ക് ഒരു ചേഞ്ചും വരുത്തണ്ട, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്താ? 3. അതപ്പോൾ നോൺ സീറോ എലമെൻ്റ് ആണല്ലോ, സീറോ അല്ലാത്ത എലമെൻ്റ്. അപ്പം നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3ക്ക് തൊട്ട് താഴെയുള്ള ഈ 4നെയും 5നെയും നമുക്ക് 0 ആക്കണം. അപ്പോൾ അത് 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റോയിലെ ആ എലമെൻറ്റിന് ഒരു ചേഞ്ചും വരുത്തണ്ട. അപ്പോൾ ആ ഫസ്റ്റ് എലമെൻറ്റിന് താഴോട്ടുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്താക്കണം? 0 ആക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതെല്ലാം നമ്മൾ 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ, അപ്പോൾ ഈ 4 എന്ന എലമെൻറ്റിനെ 0 ആക്കുമ്പോൾ ഈ 2 എലമെൻറ്റ്സിനും ചേഞ്ച് വരും. കാരണം നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ആ എലമെൻറ്റ്സിന് ചേഞ്ച് വരും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കിട്ടുന്ന എലമെൻറ്റിന് താഴെ ഈ നമ്പറിനെ 0 ആക്കണം. അപ്പോൾ ഇത് നോക്കി, ഇതൊരു അപ്പർ ട്രയാങ്കിൾ, മുകളിലൊരു ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തില്ലേ. അതായത് ഓരോ റോയിലെയും ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് അതേപടി ആക്കുക, അതിൻ്റെ താഴോട്ടുള്ള എലമെൻറ്റ്സിനെ എല്ലാം നമ്മൾ 0 ആക്കണം. അതായത് ഇത്രയും എലമെൻറ്റ്സിനെ നമ്മൾ 0 ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മുകളിലൊരു അപ്പർ ട്രയാങ്കുലർ ഫോമിൽ ഒരു മെട്രിക്സ് കിട്ടും. അപ്പോൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മനസ്സിലായാലും സാരമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓക്കെ ആക്കാം കേട്ടോ. ഇനി താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാവ് നോ സൊല്യൂഷൻ ഇസ് കോൾഡ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അതായത് സൊല്യൂഷന് ഇല്ലെങ്കിൽ അതിനെ നമ്മൾ, അതായത് ചില സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് സൊല്യൂഷൻസ് ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവുമ്പോഴാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആകുന്നത്. അപ്പോൾ റാങ്കൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ അത് നമുക്ക് സിലബസിൽ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഇനി കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണെങ്കിൽ, എ എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ്, എ ബി എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ റാങ്കും ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റാങ്കും ഈക്വൽ ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്, അൺഈക്വൽ ആണെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ്. ഇനി യുണീക്ക് സൊല്യൂഷൻ ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അതായത് നമ്പർ ഓഫ് അൺനോൺസിൻ്റെ എണ്ണവും, അതായത് ഈ x1 x2 x എന്ന് പറയുന്നില്ലേ, അതിൻ്റെ എണ്ണവും റാങ്ക് ഓഫ് എയുടെ വാല്യൂവും റാങ്ക് ഓഫ് എ ബിയുടെ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ കൺസിസ്റ്റൻറ്റുമാണ്. അതിന് യുണീക്ക് സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷനേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളോടെ ഓർത്ത് വെക്കുക, ബാക്കി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഒരു 2x2 മെട്രിക്സിൻ്റെ ഫോമിലേക്ക് വരുന്നതാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം. നോക്കാം ഫസ്റ്റ് വൺ. അപ്പോൾ സോൾവ് -3x + 8y = 5, 8x - 12y = -11. അപ്പോൾ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും എന്താ ഇത് ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ. അത് നോക്കണമെങ്കിൽ നിങ്ങൾ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് നോക്കുക, അത് 0 അല്ല, അപ്പോൾ അത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ കൊടുത്തത്. ദി സിസ്റ്റം ഈസ് എ നോൺ ഹോമോജീനിയസ് സിസ്റ്റം, ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് എഴുതണം? AX = B എന്ന ഫോമിലേക്ക് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? ആദ്യത്തെ XY, നമുക്ക് അവിടുത്തെ അൺനോൺസ് എന്ന് പറയുന്നത് എക്സും വൈയും ആണ്, അവരുടെ കോഎഫിഷ്യൻസ് ആണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. -3 8 8 -12 XY എഴുതി ഈക്വൽ ടു B 5 11 വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. എ ബി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത്? എയും ബിയും കൂടെ മെർജ് ചെയ്ത് അങ്ങ് എഴുതുക. ഓക്കെ, അപ്പോൾ അവിടെ ഇടയ്ക്കൊരു വരി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ വേണേൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെ ഒരു അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോക്കാം, നമ്മുടെ ഫസ്റ്റ് റോയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? വേണ്ട, അത് അതേപടി ഇട്ടേക്കുക. -3 8 5. നമുക്ക് എന്ത് ചെയ്യണം? ഈ 8 എന്ന വാല്യൂവിനെ 0 ആക്കണം. 8 എന്ന വാല്യൂവിനെ 0 ആക്കണം എന്ത് വഴിയുള്ളൂ? 8 - 8 ചെയ്താലേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? 0 ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, 0 ആക്കണമെങ്കിൽ അവിടെ അഡീഷൻ അല്ലെ സബ്ട്രാക്ഷൻ എന്ന ഓപ്പറേഷൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 0 ആക്കണമെങ്കിൽ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി 1 ആക്കാനാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ചെയ്യും. ഓക്കെ, 0 ആക്കാൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ, 1 ആക്കാൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ. അപ്പോൾ നമുക്കറിയാം 8 എന്ന വാല്യൂവിനെ 0 ആക്കണമെങ്കിൽ 8 - 8 വേണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കുറേ റോ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് നമുക്കവിടെ 0 ആക്കാൻ വേറെ റോസ് ഒന്നുമില്ല, അപ്പോൾ അത് പോസിബിൾ അല്ല. അടുത്തതെന്ന് പറഞ്ഞാൽ റോസിനെ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ, 0 വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം കംപ്ലീറ്റ്ലി 0 ആയി പോകുമല്ലോ, അപ്പോൾ അത് നമുക്ക് പോസിബിൾ അല്ല. പിന്നെ ഉള്ളത് നമ്മൾ തേർഡ് പഠിച്ച ഒരു റോയോട് വേറൊരു റോയുടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ കൊണ്ട് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് അതായത് 8 - 3 അതായത് 3യുടെ ഒരു മൾട്ടിപ്പിളായിട്ട് 8 വരുമായിരുന്നെങ്കിൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്റ്റ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റോ അവിടെ കൊടുത്തേക്കുന്ന റോ ട്രാൻസ്ഫോർമേഷൻ നോക്കിയേ. 3r2 + 8r1. 3r2 എന്ന് പറയുമ്പോൾ എന്ത് വരും? R2ൽ ഓരോ എലമെൻറ്റ്സിനെ, അപ്പോൾ ആദ്യത്തെ എന്ത് വരും? 3 × 8 24 വരും, പ്ലസ് 8r1 8 × -3 -24 വരും. അപ്പോൾ അത് ഈക്വൽ ടു 0 ആയല്ലോ. അപ്പോൾ അവിടുത്തെ
ഓക്കെ. ഇനി അടുത്തത് എന്താ, രണ്ടാമത്തെ എലമെൻറ്റിന് സെയിം ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. അപ്പോൾ 3R2 വരുമ്പോൾ 3 ഇൻറ്റു -12 എന്ന് പറയുമ്പോൾ 12 3 36 -36 ആയി, പ്ലസ് 8 ഇൻറ്റു R1, 8 ഇൻറ്റു R1 വരുമ്പോൾ 8 ഇൻറ്റു 8 64 വരും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 28 വരും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അടുത്ത എന്ത് ചെയ്യണം? -11 3R2, 3 ഇൻറ്റു -11 എന്ന് പറയുമ്പോൾ -33 വരും, പ്ലസ് അടുത്ത എന്ത് വരും? 5 ഇൻറ്റു 8, 8 5 40, അപ്പോൾ 40 - 33 = 7 വരും. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതൊരു അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറിയല്ലോ. കാരണം നോക്കിയേ, ആ 3യുടെ നേരെ താഴെയുള്ള എലമെൻറ്റ് 0 ആയി. പിന്നെ അടുത്ത റോ നോക്കുമ്പോൾ 28, അതിന് താഴെ എലമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് 0 ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് കിട്ടി 3 - 3 8 5 0 28 7 എന്ന് കിട്ടി. ഇനി നമ്മളിതിനെ നേരെ തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, അതാണ് ഗോസ് ടു എർത്ത് മെത്തേഡ് ഓർ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഓർ ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ മെട്രിക്സിനെ -385 ഇൻറ്റു XY എന്നുള്ള ഫോമിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്തെഴുതാം? ഈ -3 ഇത്രയും ഭാഗം നമ്മൾ എവിടെ നിന്ന് എഴുതിയത്? നമ്മുടെ ഈ ഇക്വേഷൻ്റെ ഫോമിൽ നിന്ന് എഴുതി അല്ലേ, ഇത്രയും പോർഷൻ. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് അതേ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. -3x + 8y = 5. ഈ പോർഷൻ എന്ന് പറയുന്ന ബി എന്ന പാർട്ടാണ് അല്ലേ, = 5 എന്നാക്കി. അടുത്ത് എന്ത് വരും? 0x, 0 ഇൻറ്റു x 0 ആണ്. അടുത്ത് 28y = 7 എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് നമ്മൾ സോൾവ് ചെയ്ത് അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറ്റി. ഇപ്പോഴും ഇത് എ എന്ന മെട്രിക്സും ഇത് ബി എന്ന മെട്രിക്സുമാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് എങ്ങനെയാണോ നമ്മൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തത്, അതേ ഫോമിൽ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ കോളം എന്ന് പറയുന്നത് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, രണ്ടാമത്തെ കോളം വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പം നമ്മൾ ആ ഇക്വേഷന് തിരിച്ചെഴുതും. അപ്പോൾ -3x + 8y = 5 എന്ന് കിട്ടി. അടുത്ത 0x എന്ന് പറയുമ്പോൾ 0 ആണ്, പ്ലസ് 28y = 7 എന്ന് കിട്ടി. അപ്പോൾ 28y = 7 എന്ന് കിട്ടി. അതിൽ നമുക്ക് y കണ്ടുപിടിക്കാമല്ലോ. y എന്ന് പറഞ്ഞാൽ 7/28 ആണ്. അപ്പോൾ നമുക്ക് 0.25 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ കിട്ടിയാൽ നമ്മൾ അത് ഈ ഇക്വേഷനകത്തോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ -1 എന്നും കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താഴെ ഒരു 3x3 മെട്രിക്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് അടുത്ത വീഡിയോയിൽ ഒരു 3x3 കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബാക്കി പ്രോബ്ലംസൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നിങ്ങൾ ഓർക്കുക, പ്രോബ്ലം മാത്രമല്ല വേണ്ടത്, നമുക്ക് തിയറിയും കൂടെ പഠിക്കണം. തിയറിയും പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഡയറക്റ്റ്ലി ചോദിക്കുന്നതാണ്, അപ്പോൾ ആരും ഇത് വിട്ട് കളഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1-2 പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. ഓക്കെ, താങ്ക് യു.